പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിന്നുവിനെ കാണാതായതിനെ തുടർന്ന് കാട്ടിൽ മുഴുവൻ അന്വേഷണം തുടങ്ങിയതിനെ തുടർന്നാണ് വാരിക്കുഴിയിൽ ചിന്നു വീണ് കിടക്കുന്നത് കാണാനിടയാകുന്നത്. അർച്ചനയും സഹോദരനും. ചിന്നു, എന്താ പറ്റിയ മോളെ? എങ്ങനെയാ നീ ഇവിടേക്ക് വീണത്? അമ്മേ, എന്നെ രക്ഷിക്കണം. എനിക്ക് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നു. ഞാനാകെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഇവിടെ കിടക്കുന്നത്. അമ്മ എന്നെ സഹായിക്കേ, എന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കേ. ഇതോടെ ഒരു മിനിറ്റ് മോളെ. എടാ, എങ്ങനെയാടാ ഇവളെ പുറത്തു കടത്തുക? ഇവളെ വലിച്ചെടുക്കാൻ വേണ്ടി വരെ വള്ളിയോ കയറോ കിട്ടുമോ എന്ന് നോക്ക്. ആ, ശരി ചേച്ചി, ഞാനിവിടെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരാം. ഒടുവിൽ അവർ ഒരു വള്ളി കണ്ടെത്തുകയാണ്. അത് ചിന്നുവിൻ്റെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ചിന്നു അതിൽ പിടിച്ച് കയറി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ ഒരു വിധത്തിൽ ചിന്നു രക്ഷപ്പെട്ടിരിക്കുകയാണ്. മോളെ, എന്താണ് പറ്റിയത്? അമ്പലത്തിലേക്ക് വന്ന നീ എങ്ങനെയാണ് ഇവിടെ വന്നു പെട്ടത്? സത്യം പറ, എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല അമ്മേ. ഞാൻ ആ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ എൻ്റെ പുറകിൽ നിന്ന് വന്നു. അയാളെ കണ്ട് പേടിച്ച് ഓടിയതാണ് ഞാൻ. ഇവിടെ എത്തിയപ്പോൾ ആരോ എന്നെ തള്ളിയിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ ചന്ദ്രമതിയാണോ? എനിക്കറിയില്ല അമ്മേ. ഞാൻ മുഖം കണ്ടിരുന്നില്ല. വന്ന ആൾ മുഖം മൂടി വെക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ആകെ നിരാശയായിരിക്കുകയാണ് അർച്ചന. ചിന്നുമോളെ കണ്ടെത്തിയത് ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. പക്ഷേ താനാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം തെളിയിക്കാനുള്ള തെളിവുകൾ കിട്ടാത്തതിനെ തുടർന്ന് എന്തൊക്കെ ബഹളമായിരുന്നു. ഞാനാണത്രേ ഇവളുടെ മകളെ കൊല്ലാൻ ശ്രമിച്ചത്. കുറ്റം ചാരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൾ. ഇപ്പോഴെങ്കിലും സത്യം തെളിഞ്ഞല്ലോ. ഇതോടെ തല താഴ്ത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.